ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ പറയാൻ കാരണം എനിക്ക് അവിടെ ഫോറിനിൽ പോകാനും നല്ല കാശ് കിട്ടിയോണ്ടാണ്. ഐ ഡിഡ് എൻജോയ് വർക്കിംഗ് വിത്ത് മോഹൻലാൽ. ഇറ്റ് വാസ് ഞാൻ ആക്ട് ചെയ്യുന്നേക്കാൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അദ്ദേഹത്തെ പഠിക്കുകയൊക്കെയാണ് ഞാൻ അതിൽ കൂടുതലും ചെയ്തിരുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, പഠിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളോടും അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കേണ്ട, ഇഫ് യു ആർ ടാലന്റഡ് ദർ ഇസ് എ സ്പേസ് ഫോർ യു എന്ന് പൊളിറ്റിക്കലി പറയുന്ന, എനിക്ക് അതിൻ്റെ പൊളിറ്റിക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഒച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ ഇതാണ് ഇതിൻ്റെ കാര്യം. പക്ഷേ ഇപ്പം നമ്മൾ പുറത്തുള്ള പല നാടകം കളിക്കുന്ന സ്ഥലത്തും ഇപ്പോൾ നാഷണൽ ഞാൻ ചെയ്ത ഒരുപാട് നാടകങ്ങൾ ചെയ്ത നാഷണൽ തിയേറ്റർ, ബ്രിട്ടീഷ് റോയൽ നാഷണൽ തിയേറ്റർ അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ സ്ഥലത്ത് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. റോയൽ ഷേക്സ്പിയർ കമ്പനിയിൽ ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. സിഡ്നി ഓപ്പറ ഹൗസിൽ നാടകം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയും പലപ്പോഴും ഈ നമ്മൾ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ഇതേ പ്രൊജക്ഷൻ മതി, വേറെ സൗണ്ട് നമ്മൾ കയറ്റി പറയേണ്ട കാര്യമില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഓഡിറ്റോറിയം നാടകം കളിക്കാനുള്ള സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഫൈൻ ആർട്സ് ഹാളായാലും ടാഗോർ സെന്റിനറി ഹാളായാലും വൈകുന്നേരം നാടകവും രാവിലെ കല്യാണം കഴിക്കാനുള്ള സ്ഥലമാണ്. അത് മെയിൻലി ആക്ച്വലി ഈ കല്യാണം കഴിക്കാനാണ് അവർക്ക് വരുമാനം കൂടുതൽ കിട്ടുക. അപ്പം അവിടെ ഈ പിന്നെ അക്വസ്റ്റിക് ശബ്ദം ക്രമീകരണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മൈക്ക് ഉണ്ടെങ്കിൽ പോലും എക്കോ വന്നിട്ട് പറയുന്നത് കേൾക്കില്ല. പക്ഷെ പുറമേയുള്ള ഒത്തിരി നല്ല തിയേറ്റേഴ്സ്, അതായത് ഒരു 95% തിയേറ്റേഴ്സും നമ്മളുടെ സാധാരണഗതിയിലുള്ള സംസാരിച്ചാൽ തന്നെ എല്ലാവർക്കും കിട്ടത്തക്ക വിധമാണ് അത് പണിതിരിക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. അതെ. ആക്ടിംഗ് വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ അതിങ്ങനെ ഇപ്പം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ പോലും സാറിന്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആക്ടിംഗ് വർക്ക്ഷോപ്പ്? ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഘടകത്തിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത്. അതായത് ടു ബിക്കം എ ബെറ്റർ ആക്ടർ. ഇപ്പം പലരും ഈ ഫീൽഡിലുള്ളവരും എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഇല്ലാത്തവരും വരുന്നുണ്ട്. ടു ബിക്കം എ ബെറ്റർ ആക്ടർ മീൻസ് ഇന്റേണലി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മനസ്സിലാക്കുകയല്ല, മനസ്സുകൊണ്ട് നമ്മൾ അതാവുകയാണ്. കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, കാരണം അത് തെറ്റാണ്. ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നടനെയോ ഒരു നടി, ഇപ്പോൾ ഒതെല്ലോ അറിയാലോ അല്ലേ, ഷേക്സ്പിയറുടെ ഒതെല്ലോ എന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട്. അതിനകത്ത് ഒതെല്ലോ സംശയരോഗിയാണ്. ഒതെല്ലോ ബ്ലാക്കാണ്, ഡെസ്റ്റിമോണ വൈറ്റാണ്, ഇയാളുടെ കാമുകി ഭാര്യ. ഒരു പോയിന്റിൽ വെച്ച് ഇയാൾക്ക് സംശയരോഗം കൂടി വന്നിട്ട് ഇയാൾ ഈ ഡെസ്റ്റിമോണയെ കൊല്ലുന്നതാണ് ഒതെല്ലോയുടെ കഥ എന്ന് പറയുന്നത്. പിന്നീട് അയാൾക്ക് മനസ്സിലാവും അയാൾ തെറ്റായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ആ പശ്ചാത്താപം വരുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ഇയാൾ ഒതെല്ലോ എന്ന് പറയുന്ന നടൻ ലോറൻസ് ഒലീവിയർ ആണോ ഒതെല്ലോ ചെയ്യുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ലോകം കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് ലോറൻസ് ഒലീവിയ. അദ്ദേഹം എല്ലാ ദിവസവും ഇവരെ കൊല്ലേണ്ടി വരും. അപ്പം കൊല്ലാൻ പറ്റില്ല, അതിനെ ഒരു പരിപൂർണമായിട്ട് നമുക്ക് ആ കഥാപാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. സോ ഐ വുഡ് ദ ബെറ്റർ വേർഡ് ഈസ് ടു ബി ഇൻ ദ ക്യാരക്ടർ. നമ്മൾ ബീയിങ് ദ ക്യാരക്ടർ ആയിരിക്കണം. അപ്പം അത് ഉള്ളുകൊണ്ട് നമ്മൾ അതാവുകയാണ്. ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പിന് വരുന്ന കുട്ടികളെ അങ്ങോട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഹൗ ടു എമോട്ട് ഓണസ്റ്റ്ലി. അതായത് കരയുന്ന പോലെ അഭിനയിക്കുകയല്ല വേണ്ടത്, കരയുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ തെലുങ്ക് ചേട്ടൻ, സോറി എനിക്ക് ഈ ശ്രേണിയിലുള്ള ആക്ടേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ പറയാനുള്ളത്. തിലകൻ ചേട്ടൻ ഈ ഒരു മകൻ്റെ ഒരു സംഭവത്തിന് ശേഷം പുറത്ത് വന്നിട്ട് പുള്ളി തൂണ് പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഞാനും അശ്വനിയും അദ്ദേഹത്തിന്റെ കൂടെ ഇത് കണ്ടിരിക്കുന്ന സമയത്ത് നമ്മളങ്ങ് കരഞ്ഞു പോകും അല്ലേ? എന്താ കാരണം? അല്ല, എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കരയുന്ന പോലെ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്. ഹീസ് ക്രൈയിങ് വിത്ത് ഹിസ് ഹാർട്ട്. അദ്ദേഹം നെഞ്ച് കീറി കരയുകയാണ് അവിടെ. അത് സംഭവിക്കണം. ആ ഒരു പ്രോസസ്സ് സംഭവിക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല നടനോ ഒരു നല്ല നടിയോ ആവുന്നത്. ആ പ്രോസസ്സാണ് നിങ്ങളിലേക്ക് സോ വാട്ട് ഐ മേക്ക് മൈ സ്റ്റുഡൻസ് ടു ഗോ ത്രൂ ഇസ്, പിന്നെ അത് അവർ ഉപയോഗിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതെങ്ങനെ സാധ്യമാക്കാം? ഓണസ്റ്റ്ലി നിങ്ങൾക്ക് എങ്ങനെ എമോട്ട് ചെയ്യാൻ പറ്റും? ഓണസ്റ്റ്ലി നിങ്ങൾക്ക് എങ്ങനെ ഒരു കഥാപാത്രമാവാൻ പറ്റും? ഓണസ്റ്റ്ലി, കള്ളത്തരമല്ലാതെ, ഉപരിപ്ലവമല്ലാതെ, എക്സ്റ്റേണൽ അല്ലാതെ എങ്ങനെ നിങ്ങൾക്കൊരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും? ഇന്റേണലി എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും?
ഞാനൊരാളെ, ഒരു ആക്ടറെ, വെദർ ഈസ് എ തിയേറ്റർ ആക്ടർ ഓർ എ സിനിമ ആക്ടർ, മൂവി ആക്ടർ, ഞാൻ വിലയിരുത്തുന്നത് വെദർ യു ആർ എ ഗുഡ് ഇൻറ്റേർണൽ ആക്ടർ ഓർ നോട്ട് എന്നുള്ളത് മാത്രമാണ്. പിന്നെ മലയാളം സിനിമയുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉള്ള ബാക്കിയുള്ള മെയിൻ സ്ട്രീം സിനിമകളേക്കാൾ മലയാളം സിനിമയ്ക്കുള്ള ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ലക്കിലി നമ്മുടെ എല്ലാ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ആക്ടേഴ്സ് പോലും നല്ല ആക്ടേഴ്സാണ്. ഈവൻ ദേ ക്യാൻ ഇൻറ്റേർണലി വർക്ക് എന്നുള്ളിടത്താണ് നമ്മുടെ ഭാഗ്യം. ഒക്കെ നല്ല ആക്ടേഴ്സാണ്, എല്ലാവരും നല്ല വണ്ടർഫുൾ ആക്ടേഴ്സാണ്. ദേ ഓൾ ക്യാൻ വർക്ക് ഇൻറ്റേർണലി. അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. മറ്റ് പല ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലെയും മെയിൻ സ്ട്രീം സിനിമയിലുള്ള പല സ്റ്റാർസും അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദം ആർ എക്സ്റ്റേണൽ ആക്ടേഴ്സ്, വെയറാസ് വി ആർ വെരി ലക്കി ടു ഹാവ് ആക്ടേഴ്സ് ലൈക്ക് ദിസ്. ഉറപ്പായിട്ടും ഈ ഇപ്പം പറഞ്ഞത് മുഴുവൻ ആക്ടിംഗ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ എവിടെയാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അടൂർ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരിക്കലും സിനിമ ഡയറക്ഷനൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം ഇപ്പം എൻ്റെ ജൂനിയറായിട്ടാണ് VM വിനു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച്. VM വിനുവിടെ വന്ന് ചേരുന്ന സമയത്ത് ഞാൻ കൾട്ടിൽ വർക്ക് ചെയ്യാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. പക്ഷെ അന്നേ VM വിനുവിൻ്റെ ആഗ്രഹം സിനിമയിൽ പോകണം എന്നുള്ളതാണ്. രഞ്ജിത്ത് ഹിസ് ഇൻക്ലിനേഷൻ വാസ് ടുവേർഡ്സ് സിനിമ. അപ്പം ആ ശ്യാം രണ്ടും ഉണ്ടായിരുന്നു, ശ്യാം പ്രസാദ് രണ്ടും ശക്തമായിരുന്നു, നാടകവും ശക്തമായിരുന്നു. ബട്ട് ഇവൻച്വലി സിനിമയിലേക്ക് തന്നെയാണ് ശ്യാം പോവാന്നുള്ളത് നമുക്കന്ന് അറിയാമായിരുന്നു. ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അസോസിയേറ്റ് പോയിട്ടൊരു 5ാമത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ബട്ട് അതുകൊണ്ട് തന്നെ ഈ അസോസിയേറ്റ് ഡയറക്ടർ ആവുന്നത് എന്തിനാണ്? ഡയറക്ടർ ആവാനാണ്. അങ്ങനെ ഞാൻ ആവാതെ പോയതിൻ്റെയും കൂടി റീസൺ അതാണ്. അതായത് എൻ്റെ വിദേശങ്ങളിലെ വർക്ക് എന്ന് പറയുന്നത് 2 പകുതിയാണ്. 92 വരെ ഞാൻ ഒരു പകുതി, പിന്നെ അത് 97 ശേഷം മറ്റൊരു പകുതി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഒരു 5 വർഷം 92 തൊട്ട് 97 വരെ ഉള്ള വർഷങ്ങളിലാണ് ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്യാം പ്രസാദിൻ്റെ നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു, ടെലിഫിലിം. ഐ തിങ്ക് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുക്കു, എൻ്റെ വൈഫ്, മുരുകൻ, അലക്സ്, ഞാൻ, രഘുത്തമൻ, ജോയ് മാത്യു, ഞങ്ങളൊക്കെ അഭിനയിച്ചൊരു സാധനമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഇത്. ആക്ച്വലി 92 ഞാൻ ലണ്ടനിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഇന്ത്യയിലേക്ക് വരുന്ന തന്നെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനും കുക്കു രണ്ടുപേരും അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ഞാൻ അന്ന് ഇവിടെ കുറച്ച് സീരിയലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അന്ന് 13 എപ്പിസോഡ് സീരിയലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സീരിയൽസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് ദൂരദർശനിൽ നല്ല സീരിയൽസ് വരുന്ന സമയമായിരുന്നു. അപ്പോൾ അതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമിൻ്റെ അടുത്ത വർക്ക് വരുന്നത്. നിലാവ് അറിയുന്നു എന്ന് പറഞ്ഞിട്ട് സാറാ ജോസഫിൻ്റെ ഒരു കഥ എടുത്തിട്ട് ശ്യാം സിനിമയായിട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ഫ്രീ ആണ്, ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നുമില്ല. MG ശശിയും ബീന ആൻ്റണിയാണ് അതിൽ ആക്ട് ചെയ്തത്. അപ്പോൾ ഐ വാസ് സിറ്റിംഗ് ഹോം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഉത്സാഹ കമ്മിറ്റി ആയിട്ട് അതിൻ്റെ കൂടെ കൂടിയാണ്. പക്ഷേ വളരെ നാച്ചുറലായിട്ട് തന്നെ ഈ സീൻസ് ചാർട്ട് ചെയ്യാനും, അസോസിയേറ്റ് ഡയറക്ടറുടെ ഏറ്റവും ആദ്യത്തെ പണി ഇത് ചാർട്ടിംഗ് ആണ്. ഈ ചാർട്ടിങ് എനിക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ആ നിലാവ് അറിയുന്നു എന്ന് പറയുന്ന ടെലിഫിലിമിൽ ശ്യാമിൻ്റെ അസോസിയേറ്റായി. അതിനുശേഷം ശ്യാമിൻ്റെ എല്ലാ വർക്കിലും ഞാൻ അസോസിയേറ്റ് ആവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് മറ്റേ ഡ്രീം ഇല്ല, ഏത് ഒരു സംവിധായകനായിക്കൊള്ള. ഇതിപ്പോൾ നമുക്ക് സമയം കിട്ടുന്നു, പിന്നെ ശ്യാം എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കാണ്, അപ്പം നമ്മളതിലുണ്ട്. അങ്ങനെ ഒരു 3-4 വർക്ക് ശ്യാമിൻ്റെ കഴിഞ്ഞപ്പോഴാണ് അടൂർ സാറ് വിളിക്കുന്നത്. അടൂർ സാറ് അപ്പം വിളിക്കുമ്പോൾ നമുക്കറിയില്ല, അപ്പം സാറ് ഹിമാലയവും നമ്മളിവിടെ ഒരു ചെറിയ ചുണ്ടലിയല്ലേ. അപ്പോൾ സാറ് വിളിച്ച സമയത്ത് ഞാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആക്ട് ചെയ്യാനാണോ എന്നൊക്കെ വിചാരിച്ച് ചെല്ലുമ്പോഴാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് വിളിക്കുന്നത്. വിച്ച് വാസ് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ഇതാണത്. ഞാൻ ആകെ ശ്യാമിൻ്റെ കുറച്ച് വർക്കുകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് ആക്ച്വലി ശ്യാമിൻ്റെയും അടൂർ സാറിൻ്റെയും കൂടെ വർക്ക് ചെയ്തത് എൻ്റെ ആസ് ആൻ ആക്ടർ ട്രെയിനർ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് ഒരു ആക്ടറെ എങ്ങനെയാണ് മോൾഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത്. ഇവർ രണ്ടുപേരും ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്നത്
കണ്ടു പഠിക്കാൻ തന്നെ വേണം നമ്മൾ രണ്ടുപേരും, അടൂർ സാറാണെങ്കിലും ശ്യാമാണെങ്കിലും. അപ്പോൾ അതെനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അതിന് ശേഷം ഞാൻ ചെയ്ത ആക്ടിങ് വർക്ക്ഷോപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന സ്ക്രീൻ ആക്ടിങ് വർക്ക്ഷോപ്പിൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ രഞ്ജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു, VK പ്രകാശിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഇതൊക്കെ സൗഹൃദങ്ങളാണ് കേട്ടോ. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഈ അസോസിയേറ്റ് ഡയറക്ടർ ആവുന്നത് നാളെ ഒരു സിനിമ ചെയ്യാനാണ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ എഴുത്തുകാരനാവാൻ എഴുത്തുകാരൻ എനിക്ക് അങ്ങനെ ഒരു സാധനം എനിക്കുണ്ട് എന്നുള്ളത് ഒരു കണ്ടെത്തലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഐ കൺസിഡർ മൈസെൽഫ് ആസ് ജസ്റ്റ് ആൻ ആക്ടർ, ജസ്റ്റ് എ തിയേറ്റർ ആക്ടർ. അപ്പം ലണ്ടനിൽ വെച്ചിട്ട് ഒരിക്കൽ ഒരു ചെറിയ പ്രോജക്റ്റ് കിട്ടിയിരിക്കും, 2 നാടകങ്ങൾ ചെയ്യാനുള്ളൊരു പ്രോജക്റ്റായിരുന്നു അത്. അപ്പോൾ അതിൽ ഒരു നാടകം ഒരു ½ an hour വരുന്ന ബെർട്ടോൾഡ് ബ്രെഷ്റ്റിൻ്റെ ദ ബെഗർ ആൻഡ് ദ ഡെഡ് ഡോഗ് എന്ന് പറയുന്ന നാടകമായിരുന്നു. അപ്പോൾ ആ നാടകം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുമ്പോഴാണ് ഇറാഖ് വാർ നടക്കുന്നത്. 1990 ഇറാഖ് വാർ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ നാടകം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഭ്രഷ്ട് അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അവസാനിച്ചാൽ പോരാ ആ നാടകം എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എഴുതാൻ അറിയാവുന്ന പലരെയും സമീപിച്ച് എനിക്കിതിനൊരു വാൽകഷ്ണം വേണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അവസാനം ഒരു മോണോലോഗ്, ഈ ഒരു എംപററും ഒരു ചക്രവർത്തിയും ഒരു പിച്ചക്കാരനുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ ചക്രവർത്തിക്ക് അവസാനം ഒരു മോണോലോഗ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ആ മോണോലോഗിൻ്റെ ആശയം കംപ്ലീറ്റ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവിടെ ലണ്ടനിൽ എഴുതാൻ അറിയാവുന്ന പലരെയും ഞാൻ സമീപിച്ചിട്ട് അവർക്കിത് കിട്ടുന്നില്ല. നാടകം കളിക്കാറുള്ള സമയമാവുകയും ചെയ്തു. അപ്പോൾ ഒരു രാത്രി ഇരുന്ന് ഞാൻ തന്നെ അങ്ങ് എഴുതിയുണ്ടാക്കി. ഇത് എഴുതിയുണ്ടാക്കി ഞാൻ പിറ്റേ ദിവസം ഈ ഡയറക്ടറെ, ഇത് ചെയ്യുന്ന ആക്ടറെ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, മുരളി ഇത് നേരത്തെ എഴുതിയാൽ മതിയായിരുന്നില്ലേ, ഇതേഴ്സ് എ റൈറ്റർ ഇൻ യു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഒരു സൗത്ത് ആഫ്രിക്കൻ ആക്ടറാണ് ആ റോള് ചെയ്തിരുന്നത്. വിൻസെൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ 92 ഞാൻ പറഞ്ഞില്ലേ, ഉയർത്തെഴുന്നേൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ വരുന്ന സമയത്ത് ഈ കെയിം ടു എയർപോർട്ട്, ഈ നടൻ എയർപോർട്ടിൽ വന്നു. അദ്ദേഹം മെയിനായിട്ട് എയർപോർട്ടിൽ വന്നത്, എഗെയിൻ അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്, മെയിനായിട്ട് വന്നത് എന്നെ കാണാനും എഴുതണം എന്ന് പറയാനുമാണ്. പക്ഷേ അപ്പോഴും ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. ഐ നെവർ തോട്ട് ദാറ്റ് ദർ ഇസ് എ റൈറ്റർ ഇൻ മീ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2006 92 2006 ഞാൻ ഒറാങ്കുട്ടാൻ എന്ന് പറയുന്ന ഒരു 1 man ഷോ എഴുതുന്നത്. ഈ 1 man ഷോ എഴുതി അപ്പോൾ 90 പേജുണ്ട്. ഒരു 2.5 മണിക്കൂർ വരുന്ന ഒറ്റയ്ക്കുള്ള ഒരു കഥാപാത്രം മാത്രമേ ഉള്ളൂ. ഒരു കഥാപാത്രമല്ല, 14 കഥാപാത്രങ്ങളുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഇതാണത്. 2.5 മണിക്കൂറുണ്ട്, വിത്തൗട്ട് ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ ശേഷം ഇത് ആരെയും കാണിക്കണ്ടേ, നമുക്ക് നേരെ അങ്ങോട്ട് റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പോയൊന്ന് രഞ്ജിത്തിൻ്റെ അടുത്താണ്. രഞ്ജിത്ത് ഇത് മുഴുവൻ വായിച്ച് അന്ന് രാത്രി രഞ്ജിത്ത് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു, ഞാൻ ഇനിയും തുടർന്ന് എഴുതും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് ശേഷം കുറേ എഴുതിയിട്ടു, പക്ഷെ ഒന്നും വന്നില്ല എന്നുള്ളത്. അതിനുശേഷം ഞാൻ എഴുതിയ ഒരു സാധനം രഞ്ജിത്ത് തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു മറാഠ കഫേ എന്ന് പറഞ്ഞൊരു നാടകം എഴുതിയിരുന്നു ഞാൻ. മറാഠ കഫേ അത് 2019 കളിച്ച് ഞാനും മനു ജോസും ആയിരുന്നു അതിൽ. രഞ്ജിത്ത് സംവിധാനം ചെയ്തു, ശ്യാമപ്രസാദ് മ്യൂസിക് ചെയ്തു, കുക്കു പരമേശ്വരൻ കോസ്റ്റ്യൂം, ക്യാമറമാൻ അളകപ്പൻ ലൈറ്റിംഗ്. അങ്ങനെ ഒരു നല്ല ടീമായിട്ടാണത് ചെയ്തത്. മറാഠ കഫേ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് 2 നാടകങ്ങൾ ചെയ്തു. പക്ഷേ സിനിമയിലേക്ക് ഞാൻ എഴുതിയതൊക്കെ എന്തുകൊണ്ടോ എപ്പോഴും എൻ്റെ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതൊരിക്കലും വെളിച്ചം കണ്ടിട്ടില്ല. വെളിച്ചം കണ്ടെത്തുന്ന എന്തെങ്കിലും നാളെ എഴുതി കൂടായികയില്ല. അല്ല, അങ്ങനല്ല. പക്ഷേ അത് ആക്ച്വലി ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയുന്നത്, അയ്യോ എൻ്റെ എഴുത്തൊന്നും ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. ഞാൻ അതിനോട്ട് പുഷ് ചെയ്യുന്നില്ല. പുഷ് ചെയ്യണം, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അതിനെ പുഷ് ചെയ്യണം. ഞാൻ പുഷ് ചെയ്യുന്നില്ല. മടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇല്ല, അത് സംഭവിക്കും. ഒരു പെർഫെക്റ്റ് ടൈം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ ടെലിവിഷനിലും സാറിന്റെ സാന്നിധ്യമുണ്ട്. സീരിയലിലേക്ക് ഇപ്പോൾ ടീച്ചർ അമ്മ സീരിയൽ, റിയാലിറ്റി ഷോകളിൽ ജഡ്ജായിട്ട്. ഇതൊക്കെ നീ എവിടുന്നാണ് ഈ സമയം കിട്ടുന്നത് ഈ നാടകങ്ങൾക്ക് വേണ്ടി? ഇല്ല അശ്വിനി, ഞാനിപ്പോൾ നാടകമൊന്നും ചെയ്യുന്നില്ല ഇല്ല. കാരണം ഞാൻ നാടകങ്ങൾ ചെയ്ത മുഴുവനും പ്രൊഫഷണലി വർക്ക് ചെയ്ത മുഴുവനും ഇന്ത്യക്ക് പുറത്താണ്. അത് നിർത്തി ഞാൻ. ആക്ച്വലി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ 87 ഞാൻ ആദ്യം വിദേശത്ത് പോകുന്നത്. അപ്പോൾ അന്നൊക്കെ ഫോറിനിലേക്ക് പോവുക, അവിടെ അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര സ്വപ്നമായിരുന്നു. നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ, അവിടുത്തെ നാടകങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 10-28 രാജ്യങ്ങളിൽ വർക്ക് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഒന്നേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം ഒന്നേ ഉള്ളൂ, അത് കേരളമാണ്. അതിനപ്പുറം ഒരു ചോദ്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എനിവെയർ നൗ. അപ്പോൾ ഞാനിപ്പോൾ നാടകങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് സമയക്കുറവൊന്നുമില്ല. പിന്നെ ടെലിവിഷൻ പരിപാടികൾ ഓഫ് കോഴ്സ് അമൃത TV-യിൽ വന്ന വനിതാ രത്നം എന്ന് പറഞ്ഞു, ഐ thoroughly enjoyed it. എനിക്ക് അത് ഒന്ന് ആ പ്രോഗ്രാമിലൂടെയാണ് an actor can be trained എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അന്ന് 2007 വനിതാ രത്നം പറയാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2007 ഈ ഇത് വരുന്നത്. അപ്പോൾ അത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. സ്ത്രീകൾ, അമ്മമാർ, അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശരാശരി പുരുഷ സങ്കല്പം, ഇന്ത്യയിലെ പുരുഷ സങ്കല്പം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് പുരുഷന് രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കാനും, പുരുഷന് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാൻ, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കി കൊടുക്കാൻ, വൈകുന്നേരം അത്താഴം വെച്ച് കൊടുക്കാനാണ് ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു ലോകത്തേക്ക് എറിഞ്ഞു കൊടുത്ത ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് ഈ വനിതാ രത്നം എന്ന് പറയുന്നത്. നിങ്ങൾ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കേണ്ട, ഇഫ് യു ആർ ടാലൻറ്റഡ് ദർ ഇസ് എ സ്പേസ് ഫോർ യു എന്ന് പൊളിറ്റിക്കലി പറയുന്ന, എനിക്ക് അതിൻ്റെ പൊളിറ്റിക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് മാത്രമല്ല, അതിനകത്ത് വന്ന അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ കണ്ടുണ്ടോ പ്രോഗ്രാം? ഇല്ല. അയ്യോ, കാണേണ്ടതാണ്. അതിനകത്ത് വന്ന അവരാരും അതിനു മുമ്പ് ആക്ടിംഗ് ഒന്നും ചെയ്തിരുന്നില്ല. 1-2 എപ്പിസോഡുകൾ അവരാരും ആക്ടിങ് ചെയ്തിരുന്നില്ല. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്സൊക്കെ വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെ കൊണ്ടൊക്കെ എന്തിനു സാധിക്കും എന്ന് ചോദിച്ച സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ 2 ആഴ്ചയ്ക്കുള്ളിൽ അത് മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം they were that talent. അപ്പോൾ ഈ ടാലൻ്റ് ഒക്കെ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ടാലൻറ്റിനെയാണ് നമ്മൾ പുറത്തുകൊണ്ട്, ഞാൻ അവരെ ആക്ടേഴ്സ് ആക്കി എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അവർ ആക്ടേഴ്സ് ആണ്, അവർക്ക് അറിയില്ലായിരുന്നു അത്. ആ ആക്ടറെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ഞാൻ സഹായിച്ചു. ആൻഡ് they were all brilliant, absolutely brilliant. അന്ന് നിലവിൽ ഇന്ന് പിന്നെ ഈവൻ സിനിമ ഇൻഡസ്ട്രിയിൽ പോലുള്ള ആക്ടേഴ്സിനെക്കാളും ബെറ്റർ ആയിരുന്നു അവർ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. അതിന് തുടർന്ന് വന്ന ഒരു പ്രോഗ്രാം അമൃതയിൽ തന്നെയാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാം ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ സങ്കല്പത്തിലുള്ള ട്രെയിനിങ് മുഴുവനും എനിക്ക് കൊടുക്കാൻ പറ്റിയൊരു പ്രോഗ്രാമായിരുന്നു ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ട് അത് രണ്ടാമത് ഇത് വന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു പ്രോഗ്രാമിൽ 20 ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 3 പേര്, ആ പ്രോഗ്രാമിലെ 3 പേര് നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. 3 പേര്, 3 സ്റ്റുഡൻസ്. അതായത് ഒന്ന് അല്ല സുരഭി, സിദ്ധാർത്ഥ് ശിവ, മുസ്തഫ, 3 പേര് ആണ് ഒരു പ്രോഗ്രാമിൽ നിന്ന് 3 പേര് നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിട്ട് വരികയാണ്. അതാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടി. സോ ആക്ടിങ്ങിനെ പോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്തൊരു ഒരു വർക്കായിരുന്നു അത്. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ ബെസ്റ്റ് ആക്ടർ 2 ഉണ്ടായില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഇത് ആ വനിതാ രത്നത്തോടു കൂടിയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊക്കെ ആക്ടേഴ്സ് ആവാം എന്നുള്ള തോന്നൽ സാധാരണക്കാർക്ക് ഉണ്ടാവുകയും അങ്ങനെയാണ് പിന്നെ വർക്ക്ഷോപ്സ് കൂടുതൽ. അന്ന് ഞാൻ ആ പ്രോഗ്രാമിന് ശേഷം ഞാനിവിടെ കൊച്ചിൻ മീഡിയ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നു. ഇന്ന് 42 ഉണ്ട്. 42 പോരാ, അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയി. ടീച്ചറമ്മ എന്ന് പറഞ്ഞ സീരിയല് ഞാൻ ആക്ച്വലി ലാസ്റ്റ് 2005 ഒരു സീരിയൽ ചെയ്തത്. അന്ന് ചെയ്തത് ഓഹരി GS വിജയനായിരുന്നു. അത് സ്വരം മോഹൻ കുപ്ലേരി. ഇതോടുകൂടി ഞാനന്ന് സീരിയൽ നിർത്തി 2005 21 വർഷം മുമ്പ് ഞാൻ നിർത്തി. സീരിയൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ സീരിയൽ കുറച്ചു കാലം ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടീച്ചറമ്മ 2025 ആ പ്രോജക്റ്റ് വരികയും ഏഷ്യാനെറ്റിൽ നിന്നുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ, അതിൽ ഒരാൾ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ആൻഡ് ആ കഥ പറഞ്ഞപ്പോഴും എനിക്കൊരു സാധാരണ സീരിയൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് 2 അഫെയർ, ഭർത്താവിന് 2 അഫെയർ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതല്ലാത്തൊരു കഥയായതുകൊണ്ട് അങ്ങനെ അത് ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കുകയും
Nishant was the director of that serial. He was wonderful. നല്ല രസമായിട്ടാണത് അതിൻ്റെ പിന്നെ ഒരു 2.5 ആയിട്ടാണ്. ആദ്യ ഹാഫ് പ്രത്യേകിച്ച് നല്ല രസമായിട്ട് ഐ എൻജോയ്ഡ് ഇതാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പം സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഐ എൻജോയ്ഡ് ഡൂയിങ് ടീച്ചറമ്മയുടെ സെറ്റ് നന്നായിരുന്നു. സാധാരണ ഈ സിനിമയിലായാലും സീരിയലിലായാലും നാടകത്തിൽ അത്ര തന്നെ ഇല്ല എന്ന് പറയാം. കാരണം എല്ലാവരും സ്റ്റേജിൽ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. വല്ലാതെ ഈ കുത്തും ചവിട്ടും ഉണ്ടാവും, ഈഗോ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ യാതൊരു ഈഗോ പ്രോബ്ലം ഇല്ലാത്തൊരു സെറ്റായിരുന്നു ടീച്ചറമ്മ. എസ്പെഷ്യലി ഇപ്പോൾ ശ്രീലക്ഷ്മിയൊക്കെ ഇത് അഭിനയം തുടങ്ങുന്ന തന്നെ ശ്യാം പ്രസാദ് ഡയറക്റ്റ് ചെയ്ത, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന മരണം ദുർബലം, കെ സുരേന്ദ്രൻ്റെ മരണം ദുർബലത്തിലാണ് ശ്രീലക്ഷ്മി തുടങ്ങുന്നത്. അവിടുന്ന് ശ്രീലക്ഷ്മി ഒരുപാട് വളർന്നിരുന്നു. പിന്നെ അതിനകത്തുള്ള എല്ലാ ആക്ടേഴ്സും നന്നായിരുന്നു. നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് തമ്മിൽ. അത് വളരെ മുഖ്യമാണ് കേട്ടോ. എന്തായാലും ഇത് പറയുമ്പോൾ സിനിമ ആക്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിലെ വേഷം ഒരുപാട് സാറിനെ തിരിച്ചറിയാൻ ഒരുപാട് കഥാപാത്രം ചന്ദ്രോത്സവമാണ്. ആ ഒരു സിനിമ രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം കൊണ്ട് ചെയ്തതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? 100% രഞ്ജിയായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും വന്ന ഒരു സിനിമയാണത്. ഐ ഡിഡ് എൻജോയ് ഇറ്റ്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെയും ശ്യാമിൻ്റെയും കൂടെ ഒരു പ്രോജക്റ്റിൽ വരുന്ന സമയത്ത് നമ്മളത് ആ വർക്കല്ല അത്. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഡേ ടു ഡേ ബേസിൽ നമ്മൾ സൗഹൃദം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ആക്ട് ചെയ്യുക എന്നുള്ളത് ആക്ടിങ് അല്ല, അത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. സോ ഐ ഡിഡ് എൻജോയ് ഇറ്റ്. ഐ ഡിഡ് എൻജോയ് വർക്കിംഗ് വിത്ത് മോഹൻലാൽ. ഇറ്റ് വാസ് ഞാൻ ആക്ട് ചെയ്യുന്നേക്കാൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അദ്ദേഹത്തെ പഠിക്കുകയൊക്കെയാണ് ഞാൻ അതിൽ കൂടുതലും ചെയ്തിരുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, പഠിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളോടും അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് അദ്ദേഹം സീരിയസ് ആവുന്നത്, സീരിയസ് ആവേണ്ട സമയത്ത് അദ്ദേഹം ശരിക്കും സീരിയസ് ആവുന്നുണ്ട് എന്നുള്ളതും നമുക്ക് തോന്നും അദ്ദേഹം വളരെ വെറും കളിയും ചിരിയും തമാശയാണ്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം സീരിയസ് ആവേണ്ട സമയത്ത് അതിനുള്ള സീരിയസ്നെസ് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയും ഞാൻ ആ ചന്ദ്രോത്സവം സിനിമയിൽ നിന്നാണ് പഠിച്ചുണ്ടാക്കിയത്. ഐ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ആൻഡ് ഹി വാസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് ആസ് വെൽ. നടനെ പോലെ തന്നെ വളരെ കംഫർട്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. കാരണം ഇപ്പം ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു നടൻ മാത്രമാണ്. നമ്മളെ ഇപ്പം അതിനെ ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെയല്ല. അതിനെ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ബഹുമാനിക്കുള്ളൂ. ആൻഡ് ഹി വാസ് വണ്ടർഫുൾ. നല്ല സൗഹൃദമായിരുന്നു ആ സെറ്റിലുണ്ടായിരുന്നു. അതിന് ശേഷം ഡ്രാമ എന്നുള്ള സിനിമയിലൊക്കെ നല്ല എക്സ്പീരിയൻസ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഇത് കുറച്ച് ഫാമിലി ഫോട്ടോസ് ഉണ്ട്, അല്ലാത്ത പഴയ ഓർമ്മകളുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ അത് കാണുമ്പോൾ. ഈ ഫോട്ടോ എന്ന് പറയുന്നത് കുവൈറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണത്. അത് ശ്യാമപ്രസാദിൻ്റെ ആദ്യ വർക്കാണത്. ശ്യാം ആദ്യ വർക്ക് എന്ന് പറയുന്നത് അഗ്നിസാക്ഷിയാണ്. എന്നാൽ അഗ്നിസാക്ഷിക്ക് ഇനിയിപ്പോൾ ശ്യാമിനെ എനിക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അഗ്നിസാക്ഷിക്ക് മുമ്പ് ശ്യാം ചെയ്ത വർക്കാണത്. പിന്നിലൊരു റേഡിയോ പിടിച്ച് നിൽക്കുന്നതല്ലേ? റേഡിയോ പിടിച്ച് നിൽക്കുന്ന ഞാനാണ്. ശ്യാം പ്രസാദ് ഉണ്ട്, സുരേഷ് ഗോപി MP ഉണ്ട്, വിജയശാന്തി ഉണ്ട്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറയുന്ന സിനിമയാണത്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന് കുവൈറ്റിലൊരു കുറച്ച് ദിവസം കുവൈറ്റിൽ ഷൂട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിൻ്റെ സമയത്തുള്ളതാണ്. കല്ലുകൊണ്ടൊരു പെണ്ണ് ഞാൻ കണ്ടിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു സ്ത്രീപക്ഷ സിനിമയല്ല. അതെ ആ വർക്കാണ് ശ്യാമിൻ്റെ ഫസ്റ്റ് ഫിലിം വർക്ക്. അതാണ്. ഇതും ഒരു കുവൈറ്റ് ഓർമ്മയായിരിക്കാം. ഇത് നിലാവറിയുന്നു എന്ന് പറയുന്ന ശ്യാം പ്രസാദിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ആ ചിത്രത്തിൻ്റെ ആ ടെലിഫിലിമിൻ്റെ ഭാരതപ്പുഴയിൽ എടുത്ത്. ഭാരതപ്പുഴയാണോ? ദുബായിലുള്ള ഭാരതപ്പുഴയിൽ എടുത്ത്. ഇത് പഠിക്കുന്ന കാലത്താണോ ലണ്ടനിലാണ്? അല്ല, ഇത് ലണ്ടനിലും അല്ല, ഇത് നെതർലാൻഡ്സിലാണ്. ആംസ്റ്റർഡാമിൽ വെച്ച് എടുത്തതാണ്. ടാർട്ടൂഫ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ വേൾഡ് ടൂറിൻ്റെ സമയത്ത് ആംസ്റ്റർഡാമിൽ പോയ സമയത്ത്. ഇതല്ലേ സാർ?
അതാണ് ഞാൻ. അതെ അതെ അതെ. ഡൗട്ട് ഉണ്ടായിരുന്നത് ലുക്ക് ഇങ്ങനെ മാറി. അത് അമ്മയും ഞാനും. അതൊരു നാടക നടിയായിരുന്ന അമ്മ. നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അത് ചോദിക്കുമ്പോഴാണ് ഇപ്പൊ സാറിന്റെ 4-ാം വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ, ഒരു നാടകം കളിച്ച് നടക്കുക, അങ്ങനെയൊക്കെയുള്ള ചോദ്യം നാട്ടുപുറം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന. വളരെ സപ്പോർട്ടീവായിരുന്നു, വളരെ സപ്പോർട്ടീവായിരുന്നു. ആകെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി എന്ന്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരണോ വേണ്ടയോ എന്നുള്ള സമയത്താണ്. ദാറ്റ് വാസ് എ ഡിഗ്രി കോഴ്സ്. അപ്പോൾ ദിസ് ഈസ് ഇൻ 1979. അപ്പം അന്ന് ഞാൻ അഭിനയിച്ച കനലാട്ടം എന്ന് പറഞ്ഞിട്ട് PM താജിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. അതിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അപ്പോൾ ഈ നാടകം എൻ്റെ ഗുരുനാഥൻ, ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ജി ശങ്കരപ്രസാദ് സാർ ഈ നാടകം കാണുകയും ഈ നാടകം കണ്ടിട്ട് സാറിൻ്റെ മറ്റൊരു ശിഷ്യനാണ് KR മോഹൻദാസ് എന്ന് പറഞ്ഞുള്ള ശിഷ്യനാണ് ആ നാടകം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ നാടകം കഴിഞ്ഞ ഉടനെ ദാസേട്ടനെ, ഞാൻ അദ്ദേഹത്തെ ദാസേട്ടൻ എന്നാണ് വിളിക്കുന്നത്, ദാസേട്ടനെ വിളിച്ചിട്ട് ആ പയ്യൻ എന്ത് ചെയ്യുന്നു, ആ പാടലായിട്ട് അഭിനയിച്ച ആ പയ്യൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ 80 വയസ്സുള്ളൊരു ആളായിട്ടാണ്, അന്ന് 18 വയസ്സായിട്ടേ ഉള്ളൂ, അഭിനയിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അയാളോട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ അപ്ലൈ ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞു സാറ്. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ KR മോഹൻദാസും ജയപ്രകാശ് കാര്യയിലും കോഴിക്കോട്, അവരൊക്കെ എപ്പോഴും കോഴിക്കോട് നാടകത്തിൽ ആക്റ്റീവ് തന്നെയാണ്. അവരൊക്കെ എൻ്റെ ടി സുധാകരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷിൻ്റെ അച്ഛനാണ്. ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാട്ടോ. ടി സുധാകരനൊക്കെ എണ്ണം പറഞ്ഞ നടനാണ്, എൻ്റെ ഗുരുനാഥനുമാണ്. സുധാരേട്ടൻ, ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയെ പറ്റി പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഓക്കെയാണ്, പക്ഷെ നിലം നാടകവും സിനിമയൊന്നും അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പം കൺഫ്യൂഷനായി. പിന്നെ അച്ഛൻ്റെ തറവാട്ടിലേക്ക്, അമ്മയുടെ തറവാട്ടിലേക്കൊക്കെ ഈ ന്യൂസ് പോയി. അപ്പോൾ അവരൊക്കെ ചോദിക്കും, നാടകം പഠിക്കേ, നാടകം എന്താ പഠിക്കാനുള്ളൂ, ഇവിടെ ഇപ്പം എല്ലാവരും ഓണത്തിനും വിഷുവിനൊക്കെ നാടകം ചെയ്ത് പഠിച്ചിട്ടാണോ, അതിലെന്ത് ഡിഗ്രി എടുക്കാനാണ് എന്നുള്ളതാണ് ചോദ്യം. അവസാനം ഇതിലൊരു ശക്തമായ നിലപാടെടുത്തത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അതായത് ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ, അതായത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് കിട്ടുക, അങ്ങനെ ഒരു പഠിപ്പിസ്റ്റേ ആയിരുന്നില്ല. നമുക്ക് കിട്ടാവുന്ന ഇപ്പോൾ 240 മാർക്ക് വേണ്ടെങ്കിൽ 240 വാങ്ങി പാസ്സാവുക, അത്രയേ ഉള്ളൂ. പഠിപ്പിസ്റ്റായിരുന്നില്ല. പക്ഷേ അതേസമയം എനിക്ക് കിട്ടുന്ന ഓരോ നാടകങ്ങൾ കിട്ടുമ്പോഴും ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഫുൾ ടൈം പഠിക്കുകയും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ അമ്മയും അച്ഛനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞത് ഇതാണ്, ഈ നാടകം ചെയ്യുമ്പോൾ അയാൾ കാണിക്കുന്ന ആ ഒരു ഇത്, അപ്പോൾ അത് പഠിക്കുന്ന സമയത്തും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മയുടെ ഒരു ഒന്നുകൊണ്ടാണ് ഞാൻ അത്രയും സപ്പോർട്ട് നൽകിയ അമ്മയാണ്. തീർച്ചയായിട്ടും. പിന്നെ എനിക്കുണ്ടാകുന്ന സ്വാഭാവിക ഡൗട്ടാണ്, നാടകം ചെയ്യുമ്പോഴുള്ള വരുമാനം പലരും ചോദിക്കും. ഇപ്പൊ സിനിമ എന്ന് പറയുന്ന ഗ്ലാമർ, സാമ്പത്തികമായിട്ട് വളരെയധികം ഇതാണ്. അപ്പൊ നാടകം ചെയ്തിട്ടൊരു, ഇപ്പൊ പൊതുവേ ഉള്ളൊരു ചർച്ചയിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വരുമാനം എന്നുള്ള കാര്യം വരുമ്പോൾ ചോദ്യം ചെയ്യൂലേ? അതാണ് അശ്വിനി ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും നാടകത്തിൽ വരണ്ടെന്ന് പറയും. ദാരിദ്ര്യമാണ് ഇവിടെ. ഞാനിപ്പോൾ ഇത്രയും ഒമ്പത്തരം പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എന്നൊക്കെ ഞാൻ പറയാൻ കാരണം എനിക്ക് അവിടെ ഫോറിനിൽ പോകാനും നല്ല കാശ് കിട്ടിയോണ്ടാണ്. അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റുമോ? ഇതിലിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ മറന്നു, എനിക്ക് ദൂരദർശനിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അതിനൊക്കെ ഉള്ള കാരണം എനിക്ക് അവിടെ പോകാനും അവിടെ ചാൻസ് കിട്ടുകയും അവിടെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പല കമ്പനീസിലും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ പറ്റില്ലല്ലോ ഇത്. അപ്പൊ അതാണ് ഞാൻ അതുകൊണ്ടാണ് കുട്ടികളോട് ഇങ്ങോട്ട് വരരുത്, ഇത് നിങ്ങൾക്ക് ദാരിദ്ര്യം സഹിക്കാമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. കാരണം അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കാശ് വാങ്ങാത്തതുകൊണ്ടാണ്. വീട്ടിൽ ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇതിൽ നിൽക്കണം എന്ന് തോന്നുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, കുറച്ചല്ല നല്ല കഷ്ടപ്പാടുണ്ടാവും. അപ്പം അത് സഹിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾ നാടകത്തിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ ഞാൻ പറയുന്ന നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ 80s ആണ്. അന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആവാം. ഇന്നത് പറ്റില്ല. മിനിമം ഒരു ഐഫോണെങ്കിലും ഒരാളുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പോട്ടെ മറ്റേ ഫോണായാലും ഫോൺ വേണം. അങ്ങനെ പല പല തരത്തിലുള്ള ആഡഡ് സാധനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഇന്ന് അതൊന്നും പറ്റില്ല. പക്ഷെ നാടകമാണ് ഇഷ്ടമെങ്കിൽ നാടക പ്രണയം കൊണ്ട് നിലനിൽക്കാം എന്ന്
വെച്ചാൽ അത് അങ്ങനെ പ്രാക്ടിക്കലി ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. ഈസി അല്ല. അതൊക്കെ സഹിച്ച് നിൽക്കുന്നതാണ് അതിന്റെ വലിയ കാര്യം. അത് ഫാമിലി, എൻ്റെ മകനാണത്, കുക്കു, അമ്മ, ഞാൻ ഒരു ഓണക്കാലത്ത്, കഴിഞ്ഞ ഓണക്കാലത്ത് എടുത്താണ്. മകൻ എന്താ ചെയ്യുന്ന? മകൻ ഹീസ് ഇൻ ടു ആഡ് ഫിലിംസ് നൗ. ഫിലിം ഡയറക്ഷനിലേക്കാണ്. പക്ഷെ അദ്ദേഹം പഠിക്കാൻ പോയ സമയത്താണ് കോവിഡ് വന്നത്. അങ്ങനെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഡയറക്ഷനാണ് പഠിക്കാൻ താല്പര്യം. അടൂരിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയത്തോട് എന്നെ പോലെ തന്നെ അല്ല, എനിക്ക് അഭിനയത്തോട് താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഹി കുഡ് മേക്ക് എ ഗുഡ് ആക്ടർ ഇൻ സിനിമ. ഹി കുഡ്, ബട്ട് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. നമ്മളത് നിർബന്ധിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഡയറക്ടോറിയൽ സൈഡിലേക്കാണ് ഇപ്പോൾ കൂടുതൽ AI വർക്കുകളിൽ സ്പെഷ്യലൈസ് ചെയ്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ AI ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാനത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഇതൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പിനിടയിലുള്ള ഇപ്പൊ മഞ്ജു പിള്ളയായിട്ട്. അതെ, അതെല്ലാം സിനിമയിലും ഒക്കെയുള്ള ഇറ്റ്സ് ഗുഡ്. മഞ്ജുവിനെ പറ്റി പ്രത്യേകം പറയണം. കാരണം ഞാൻ ഈ ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് നിർത്തിയിരുന്നു. ഗ്രൂപ്പ് വർക്ക്ഷോപ്പിൽ എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഞാൻ ഗ്രൂപ്പ് വർക്ക്ഷോപ്സ് ചെയ്യാറില്ല. ഈ ഒറ്റയ്ക്കുള്ള വർക്ക്ഷോപ്സിലാണ് നമുക്ക് കൂടുതൽ ആസ്വദിക്കാനും. ഒരാളിപ്പം അശ്വനിയാണ് വരുന്നതെങ്കിൽ അശ്വനിയിലെ പ്ലസ്സും മൈനസും കണ്ടറിഞ്ഞ് ആ മൈനസിനെ തിരുത്തി പ്ലസ് കൂട്ടി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. പക്ഷേ ഈ ഗ്രൂപ്പ് വർക്ക്ഷോപ്പിൽ 2-3 ദിവസമൊക്കെ ആകുമ്പോൾ വളരെ കുറച്ചേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇൻട്രാക്ഷൻ. ഇപ്പം 10-25 പേരുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമാണത്. ഈ പറയുന്ന സാധനം പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തിയിരുന്നു. പക്ഷെ മഞ്ജു വന്നിട്ട് ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് നോ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് മഞ്ജുവിൻ്റെ കൂടെ പ്ലേസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപാട് സീരീസ് ഓഫ് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അതിൽ ചെയ്തു. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിലുള്ള അമ്മയിലുള്ള ആക്ടേഴ്സാണത്. അവർക്ക് എല്ലാവർക്കും ഒരു ദിവസത്തെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അവർക്കൊന്നും വർക്ക്ഷോപ്പിൻ്റെ ആവശ്യമില്ല, അവർക്ക് വേണമെങ്കിൽ എന്നെ വർക്ക്ഷോപ്പ് ചെയ്യാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെയല്ല ആണെന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഞങ്ങൾ കൂടുതൽ വർത്തമാനവും കുറച്ച് പ്രാക്ടിക്കൽ സെഷനുമായിട്ട് ചെയ്തു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം എല്ലാം നല്ല ആക്ടേഴ്സാണ്. ആ ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാവരും നല്ല എല്ലാവരും ദേ ആർ ഓൾ ഗുഡ് ആക്ടേഴ്സ്. ഈ ഇന്ററാക്ഷനില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതുപോലെയാണ്. സാധാരണ ഒരു ഇന്റർവ്യൂ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് അറിയാത്ത പലതും ഒരു ഓർമ്മകൾ എനിക്ക് ഇനിയും കൂടുതൽ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയപരിധി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്ക് ഇനിയൊരു കുറെ കാര്യങ്ങൾ അത് ഞാൻ കുറെയൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ മാറ്റി വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയപരിധി കാരണം. ഞാൻ വൈൻഡപ്പ് പറയട്ടെ. യെസ്, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ. സോ ദാറ്റ് നമ്മളിങ്ങനെ ഞാൻ ഒരു നാടക നടനായതുകൊണ്ട് തന്നെ ഇങ്ങനെ അശ്വനിയിലൂടെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.